Hi, this is Rohit, your chemistry teacher. Nice to meet you, everyone. The earth in which we live is rich diverse substances. Most of these substances which occur in different physical states are mixtures and few others are pure substances. Classify the substances familiar to you into mixtures and pure substances. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് തരും. അതിനെ നിങ്ങൾ പ്യുവർ സബ്സ്റ്റൻസും മിക്സേഴ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇതിനകം തന്നെ നമ്മൾ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്, എന്താണ് മിക്സ്ചർ എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ഈ പിക്ചറിൽ കാണാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ ഒരു ഡിഷിൽ വെച്ചിരിക്കുന്നു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്, സൊല്യൂഷൻ മിക്സ്ചറാണ്. കാരണം സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഒരേ ക്വാളിറ്റി അല്ല. നെക്സ്റ്റ് നോക്കൂ, ഷുഗർ സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷന് മിക്സ്ചറാണോ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? ഡൗട്ട്ലെസ് നമുക്ക് പറയാം ഷുഗർ സൊല്യൂഷൻ മിക്സ്ചറാണ്. കാരണം ഈ ഷുഗർ എല്ലാ ഭാഗത്തും ഒരേ അളവിലല്ല ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്വാളിറ്റി എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ മിക്സ്ചർ എന്ന് വിളിക്കാം. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, സോൾട്ട് മിക്സ്ചറാണോ പ്യുവർ സബ്സ്റ്റൻസ് ആണോ? ദാറ്റ് ഈസ് ഡൗട്ട്ലെസ് ബിക്കോസ് ഇറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. എവിടെ നിന്ന് എടുത്താലും ആ ഒരു സോൾട്ട് അതേ ക്വാളിറ്റി കാണിക്കും. ഇനി നമ്മൾ കോപ്പർ നമ്മൾ കാണുന്നുണ്ട്. അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ എന്ന് ചോദിച്ചാൽ എന്തു പറയാം നമുക്ക്? അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കോപ്പർ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും അത് കോപ്പർ ആറ്റംസ് ആയിരിക്കും, കോപ്പറിൻ്റെ ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ട് അത് പ്യുവർ സബ്സ്റ്റൻസസ്. അനദർ എക്സാമ്പിൾ, ഡയമണ്ട്, കാർബൺ, രണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാർബണിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഒരു ആറ്റം എടുത്ത് നമ്മൾ ചെക്ക് ചെയ്താലും അത് കാർബണിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പ്യുവർ സബ്സ്റ്റൻസ്. അതേപോലെ തന്നെ കാർബണിൻ്റെ അലോട്രോപ്പ് ആയിട്ടുള്ള ഡയമണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഡയമണ്ടിൻ്റെ എല്ലാ ഭാഗത്തും അത് പ്യുവർ ഡയമണ്ട് ആയിരിക്കണം. വേറൊരു എക്സാമ്പിൾ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടിയ അത് എന്തായിരിക്കും? മിക്സ്ചർ ആയിരിക്കും. കാരണം ക്വാളിറ്റി എല്ലാ ഭാഗത്തും ഒരേപോലെ അല്ല. നെക്സ്റ്റ് നോക്കൂ, സൾഫർ, യെല്ലോ കളറിൽ കാണുന്നത് സൾഫർ ക്രിസ്റ്റലാണ്. അത് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചർ ആണോ? ഡൗട്ട്ലെസ്, ദാറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. അനദർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് പ്യുവർ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ, ദാറ്റ് ഈസ് ഡൗട്ട്ലെസ്, ദാറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, എല്ലാ ഭാഗത്തും ഒരേ ക്വാളിറ്റി ആയിരിക്കും. Now let us carry out an experiment. നമ്മളൊരു പരീക്ഷണം ചെയ്യണം. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു ഷുഗർ ക്രിസ്റ്റൽ എടുത്തിട്ട് അതിനെ ചെറുതാക്കുക, വീണ്ടും ചെറുതാക്കി അതിനെ ചെറുതാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അത്രയും എക്സ്ട്രീംലി മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. അതിനെ നമ്മൾ ആറ്റം എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെൻ്റ്, നമ്മൾ ഒരു 2-3 ക്രിസ്റ്റൽ ക്യാംഫർ എടുത്തിട്ട് നമ്മൾ ബേൺ ചെയ്യിക്കുന്നു. ബേൺ ചെയ്യുന്ന സമയത്ത് ഇത് സബ്ലിമേഷൻ ആണെന്നറിയാം. കാരണം സോളിഡ് ഡയറക്റ്റായിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. പിന്നെ നമ്മൾ ക്യാംഫർ കാണൂല കത്തിക്കഴിഞ്ഞാൽ, പക്ഷെ അതിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. എങ്ങനെ? അതിൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും. അത് അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് മൈന്യൂട്ട് പാർട്ടിക്കിൾ, എക്സ്ട്രീംലി മൈന്യൂട്ട് പാർട്ടിക്കിളായി. ഇതേപോലെ തന്നെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് വാട്ടറിനെ കാണാൻ സാധിക്കില്ല, മൈന്യൂട്ട് പാർട്ടിക്കിളായി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോഴും കാണാൻ സാധിക്കില്ല, പക്ഷെ അതിൻ്റെ കളറ് കിട്ടും. അതേപോലെ ഷുഗർ ഡിസോൾവ് ചെയ്യിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റും. ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രസൻസ് അറിയുന്നത്?
അതിന് സ്വീറ്റ് ആൻഡ് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ, മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റില്ല അതിൻ്റെ പ്രസൻസ്. ഇതാണ് എക്സ്ട്രീംലി മൈന്യൂട്ട് പാർട്ടിക്കിൾ ഓർ ടൈനി പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ആറ്റം. Let us do another interesting experiment. We burn the sugar. നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ റിക്വയർഡ് മെറ്റീരിയൽസ് ഒരു ബർണർ വേണം. ആ ബർണർ ഫ്ലെയിം ചെയ്യിക്കുന്നു. പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, ഒരു കോട്ടൺ. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ഷുഗർ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മൗത്ത് ഒരു കോട്ടൺ വെച്ച് ടൈറ്റായിട്ട് മൂടുന്നു. എന്നിട്ട് നമ്മൾ മെല്ലെ ചൂടാക്കുകയാണ്. നമുക്കറിയാം ഷുഗറിൻ്റെ കെമിക്കൽ ഫോർമുല C12H22O11. അപ്പോൾ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷുഗർ ചാറിങ് എന്ത് ചെയ്യും, കരിയും. അപ്പോൾ കരിയുന്ന സമയത്ത് കാർബൺ ഉണ്ടാവും അല്ലേ. ബാക്കി ഹൈഡ്രജനും ഓക്സിജനും വാട്ടർ കണ്ടൻ്റായിട്ട് ഇവാപ്രേറ്റ് ചെയ്തു പോകും. നമ്മൾ അവിടെ കോട്ടൺ വെച്ചിരിക്കുന്നത് കാരണം ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ അത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ അതിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആക്കി. 2 കോൺസ്റ്റിറ്റ്യുവൻസ് ആക്കി ഇവിടെ, ഒന്ന് കാർബണും ഒന്ന് വാട്ടറിനും. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്. അതിനെ അതിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ആക്കി മാറ്റാൻ സാധിക്കുമോ? അത് പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഷുഗറിൽ എന്തടങ്ങിയിട്ടുണ്ട്, കാർബൺ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വാട്ടറിൽ എന്തടങ്ങിയിട്ടുണ്ട്, നമുക്കറിയാം വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. അതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഹൈഡ്രജനും ഓക്സിജനും. ഇവിടെ നോക്ക്, ഷുഗർ കത്തിച്ച ശേഷം അത് കരിഞ്ഞിരിക്കുന്നു, കാർബണായിട്ട് മാറിയിരിക്കുന്നു. അതിലെ വാട്ടർ കണ്ടൻറ്റ് പോയി എന്നർത്ഥം. അതിൻ്റെ മുന്നേ ഉള്ളത് വൈറ്റ് പൗഡറാണ് ഉള്ളത്. അപ്പോൾ ഷുഗർ കരിയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കാർബണും വാട്ടർ കണ്ടൻറ്റും ലഭിക്കുന്നു. ഷുഗറിന് ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കാർബണും വാട്ടറും കിട്ടി. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ടറിനെ നമുക്ക് അതിൻ്റെ കമ്പോണൻസ് ആക്കി മാറ്റാൻ സാധിക്കുമോ? ദിസ് ഈസ് ദ സയൻറ്റിസ്റ്റ് ഹംഫ്രി ഡേവി ഡിസ്കവേർഡ് ദാറ്റ് വെൻ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ വാട്ടർ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നമ്മൾ വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും. അപ്പോൾ വാട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഡീകമ്പോസ് ചെയ്യാൻ. സർ ഹംഫ്രി ഡേവി എന്ന സയൻറ്റിസ്റ്റിനെ ചുവട് പിടിച്ച് ഹെൻറി കാവൻഡിഷ് എന്ന സയൻറ്റിസ്റ്റ് കണ്ടെത്തി, ഹൈഡ്രജൻ ഓക്സിജനിൽ ബേൺ ചെയ്താൽ എന്ത് കിട്ടും, വാട്ടർ കിട്ടും. ഹൈഡ്രജനും ഓക്സിജനും ബേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, വാട്ടർ മോളിക്യൂൾസ് കിട്ടുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഷുഗറിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ മൈന്യൂട്ട് പാർട്ടിക്കിളായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതേപോലെ തന്നെ വാട്ടറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു ഇലക്ട്രോളിസിസിലൂടെ, എന്ത്, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട്. ഇതുപോലെ ഗോൾഡ്, സിൽവർ, കാർബൺ എന്നിവയെ നമുക്ക് ഇതേപോലെ കെമിക്കൽ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. I hope everyone got the idea about this topic. I think you can have a lot of time for to study. You just utilize it as. Okay, we will meet with new topics. Now I want to say bye-bye.